ഞാൻ റീസെൻ്റായി ചെയ്ത പേപ്പർ ഡബിൾ എ ആയിരുന്നു. ഡബിൾ എ വൺ ഓഫ് ദ ടഫസ്റ്റ് സ്കിൽ ലെവൽ പേപ്പേഴ്സാണ്. അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 74 മാർക്സ് ഉണ്ടായിരുന്നു. കാരണം ലക്ഷ്യന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫാക്കൽറ്റി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് അന്നന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമുക്ക് ഹോം വർക്ക്സ് അസൈൻ ചെയ്യാറുണ്ടായിരുന്നു ഡെയിലി. ആൻഡ് അത് നമ്മൾ എഴുതി അപ്പം തന്നെ അയച്ചു കൊടുക്കും. അത് കറക്റ്റ് ചെയ്ത് കിട്ടുമായിരുന്നു. അതായത് ഇൻഡിവിജ്വലി ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്ത് അതിൻ്റെ മേലെ എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതോ അങ്ങനത്തെ കമൻസൊക്കെ അന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു സപ്പോർട്ടായിരുന്നു അത്. കാരണം നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെ ആൻസർ ബെറ്റർ ആക്കാം എന്നുള്ളത് നമുക്കപ്പോൾ മനസ്സിലാവും എന്തൊക്കെ ആൻസേഴ്സിൽ കുറവുണ്ട് എന്നുള്ളത്. ഞാൻ ശരിക്കും നല്ലോണം നെർവസ് ആവുന്ന ഒരാളാണ്. അപ്പോൾ എക്സാമിൻ്റെ ഒരു ടൈം ആകുമ്പോൾ എനിക്ക് ബാക്ക് ഔട്ട് ചെയ്താലോ എന്നുള്ള തോട്ട്സ് കുറേ വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫാക്കൽറ്റിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഫാക്കൽറ്റി സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്സാം എഴുതാനും കൂടെ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ നിന്നതായിരുന്നു. കാരണം ഡബിൾ എ നമ്മളെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച ഒരു പേപ്പറായിരുന്നു. അപ്പോൾ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു നല്ലോണം പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നും ഒക്കെ നമ്മുടെ ഫാക്കൽറ്റി അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് മെൻ്റലി ആൻഡ് ഇമോഷണലി നല്ലോണം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഫാക്കൽറ്റീൻ്റെ അടുത്തുനിന്ന്. പിന്നെ അതുപോലെ ഡബിൾ എക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടോപ്പിക്സ് ബി ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ബേസ് തൊട്ട് ഞാൻ ഫസ്റ്റ് നോളേജ് ലെവൽ പേപ്പേഴ്സ് ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നല്ലോണം ബേസ് കിട്ടിയത് കൊണ്ട് എനിക്ക് ഡബിൾ എയിൽ നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി അത്.